കോട്ടൺ നൂലിനെ കൊണ്ട് തയ്ച്ചെടുത്ത ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ളൊരു മാറ്റാണിത്. ഇത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കുക. അപ്പം ഈ മാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഈ മാറ്റ് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്ക്വയർ ഡിസൈനിലുള്ളൊരു മാറ്റ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് മാറ്റ് തിന്നാൻ വേണ്ടി ഞാൻ 2-3 കളറിലുള്ള നൂല് ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ പിങ്ക് കളറിലെ നൂല് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ആദ്യം നമുക്ക് ഏത് ഇത് വർക്ക് ചെയ്യുകയാണെങ്കിലും ചെയിനിട്ട് വയ്ക്കണം. അപ്പം നമുക്ക് ചെറിയൊരു മാറ്റിന് എത്ര ചെയിന് വേണമെന്ന് വെച്ചാൽ അത്രയും ചെയിനിട്ട് വയ്ക്കുക. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ പോട്ടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റാണ്, വലിയ വലിപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്ത് നോക്കാം. ഏകദേശം നമ്മളെ മനസ്സിലൊരു മാറ്റിൻ്റെ വലിപ്പമുണ്ടല്ലോ, ആ വലിപ്പത്തിനനുസരിച്ചിട്ട് അത്രയും ചെയിനിട്ട് വയ്ക്കുക. അപ്പോൾ അത് അത്രയും നീളത്തിൽ ഞാൻ ചെറിയൊരു മാറ്റാണ്, അത്രയും നീളത്തിൽ ഞാൻ ചെയിനിട്ട് വെച്ചു. ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ അപ്പോൾ 3 സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് ഒരു ഇത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ ഈ ചെയിനിൻ്റെ ഈ 3 ഡബിൾ ക്രോഷ്യ വേറെ ഡബിൾ, അപ്പോൾ ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഇത് വരെ ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇവിടെ കോർണറിലെത്തുക ഈ അവസാനത്തെ ആ സമയത്ത് 3 ചെയിനിടുക. 3 ചെയിനാകുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആവില്ല, ചെയിനിട്ടില്ല. പിന്നെ വീണ്ടും 3 ചെയിനിടുക. എന്നിട്ട് ഇവിടെ അങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്ത് അവിടെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടില്ല, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ മതി. പിന്നെ വീണ്ടും 3 ചെയിനിടുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അവിടെ ഈ കോർണറിൽ അതേമാതിരി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ ഈ ചെയിനിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ 3-4 ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 3 എണ്ണമാണ് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഉണ്ട് ഒന്നും കൂടി ആകുമ്പോൾ 4 എണ്ണമായി. ഇവിടെ 4 ഡബിൾ ക്രോഷ്യ. ഇനി ഇതാ ഇവിടെ ഈ കോർണറിൻ്റെ ഇവിടെ ചെയ്ത മാതിരി തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അപ്പോൾ 3 ചെയിനിടുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അവിടെ വീണ്ടും 2 ചെയിനിടുക. നടുക്കിൽ 2 ചെയിൻ മതി. 2 ചെയിൻ നടുക്ക് 2 ചെയിനിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. അവിടെ അടുത്തതിൽ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. ഇവിടെ അതേമാതിരി വന്നുണ്ട് ഈ 3 കോർണറിൽ. ഇനി ഇവിടെ എടുക്കുക.
ഇവിടെ അതേമാതിരി 3 ചെയിനുണ്ട്. ചെയിനിട്ടിട്ട് ഇവിടെ 3 ഒഴിവാക്കിയിട്ട് 4-മത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അതേമാതിരി വരും. പിന്നെ വീണ്ടും 3 ചെയിനാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്ത് ഇതേമാതിരി വരും. പിന്നെ വീണ്ടും 3 ചെയിനുണ്ട്. മൂന്നാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. വീണ്ടും 3 ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വരും. ഇനി ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഈ അറ്റത്ത് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. വരെ ഈ എൻഡ് വരെ ചെയ്തെടുക്കുക. ഇവിടെ ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്ത ഒരു ലൈന് കണ്ട്. ഇനി ഇവിടെ ഈ കോർണറിലെത്തി. ഈ കോർണറിൽ വെച്ച് ചെയ്യണത്. ഇവിടെ ഈ കോർണറിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 ചെയിനിടുക. 2-3 ചെയിനിട്ടാൽ കുഴപ്പമില്ല. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ അങ്ങനെ ചെയ്ത് വീണ്ടും 2 ചെയിനിടുക. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തെടുക്കുക. 3 വേണം ഇവിടെ. പിന്നെ വീണ്ടും 2 ചെയിനിടുക. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യം ഇവിടെ ചെയ്തെടുക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ 4 അപ്പോൾ ഇനി ഇതവിടെ ഈ കോർണറിൽ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കണം. കണ്ടോ? 2 ചെയിനുണ്ട്. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. വീണ്ടും 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ വന്നു. വീണ്ടും 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഈ കോർണറിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ? ഇനി ഇവിടെ എത്ര ഇങ്ങനെ വി ആണ് ഉണ്ടാക്കിയത് അതേമാതിരി തന്നെ അത്രയും വി, കൂടാനും പാടില്ല കുറയാനും പാടില്ല. എണ്ണത്തിൽ വ്യത്യാസമേ വരാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഇതേമാതിരി ഈ ഭാഗത്ത് ചെയ്ത മാതിരി തന്നെ അതിൻ്റെ നേരെ തന്നെ വരത്തക്ക വിധത്തിൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് ഈ കോർണർ വരെ എത്തിക്കണം. അതുവരെ ചെയ്യുക. ഈ 2 സൈഡ് ഞാൻ ഇതേമാതിരി ചെയ്തെടുത്തുകൊണ്ട് ഒരേ ലെവലിൽ ഇതാക്കിയിട്ട് 2 സൈഡും ചെയ്തെടുത്ത് ഇങ്ങനെ ചെയ്തെടുത്ത് ഇവിടെ എത്തിയതാണ്. ഈ കോർണറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എത്തി. ഇനി അവിടെ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ ഉള്ള 3 ചെയിനിടുക. ചെയിനിടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആവുമല്ലോ. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 6 ഡബിൾ ക്രോഷ്യ ചെയ്തേക്കണം.
ഇത് 4 ഡബിൾ ക്രോഷ്യ. ഇനി 5 2 കൂടെ ചെയ്യണം. 5 ഡബിൾ ക്രോഷ്യ കാണുന്നില്ലേ? 5 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ ഉള്ളിൽ പോയിക്കോട്ടെ ജോയിൻ്റ്. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇതിൻ്റെ മുകളിൽ ഈ നടുക്കത്തെ ചെയിനിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഉണ്ടോ. പിന്നെ ഇവിടെ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഒന്ന് ജോയിൻ്റ് ആക്കി. പിന്നെ വീണ്ടും 2 ചെയിനിടുക. 2 ചെയിനിട്ടതിന് ശേഷം 6 ഡബിൾ ക്രോഷ്യ കൊടുക്കുക. ഇപ്പോൾ 2 ഈ 3 കൂടെ ചെയ്യണം. അഞ്ചെണ്ണായില്ലേ? 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു ഉണ്ടോ. ഇവിടെ അതേമാതിരി വരും. ഇനി അടുത്ത ചെയ്യുന്ന ചെയിനിടുക. 2 ചെയിനിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നാല് ഡബിൾ ക്രോഷ്യ. 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നടുക്കിലത്തെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ ഇവിടെ രണ്ടാമതും കൊടുക്കുക. രണ്ടാമത് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കിയിട്ട് 2 ചെയിനിടുക. 2 ചെയിനിട്ട് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ആവുമല്ലോ. പിന്നെ വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അവിടെ കണ്ടു ഇതേമാതിരി വന്നു. ഇവിടെ ചെയ്ത മാതിരി തന്നെ അവിടെയും വന്നു. കണ്ടി ഇത് ഇവിടെ ഇത് കോർണറിലാണ്. ഇത് 2 സൈഡുകളാണിത്. ഇനി ഇവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ചെയിനിട്ട് വെച്ച് ഈ ചെയിനെ ഇതിൻ്റെ മുകളിൽ കൂട്ടിയിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതെ, ഡബിൾ ക്രോഷ്യ അല്ല, സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇങ്ങനെ കണ്ടോ. ഒന്നും കൂടെ അടുപ്പിക്കണം. ചെയ്തെടുത്തത് ഇതേമാതിരി. ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ അതേമാതിരി തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 6 ഡബിൾ ഇതേമാതിരി ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ കോർണർ വരെ ചെയ്ത് കൊണ്ടാണ് ഈ സൈഡിൽ ഫുള്ളായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തില്ലേ, ഇതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ കൊടുക്കുക. 3 4 5 6 ഡബിൾ ക്രോഷ്യ ഇവിടെ കൊടുത്തു. 6 ഡബിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഈ ചെയിനും ഇതോട് കൂടിയിട്ട് ജോയിൻ്റ് ആക്കി. ഇവിടെ കണ്ട സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. അങ്ങനെ വരും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക.
ജോയിൻ്റ് ആക്കിയിട്ട് ഇതേമാതിരി 6 ഡബിൾ ക്രോഷ്യ കൊടുക്കുക. അങ്ങനെ ഇതേമാതിരി ഇവിടെ ഈ കോർണറിൽ അതുവരെ കൊണ്ടുവരണം. ഈ ഒരു ഇതിവിടെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തു. ഇതേമാതിരി കണ്ടു. ഈ കോർണറിൽ ഇവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ, ഇവിടെ ഇതേമാതിരി തന്നെ ഈ കോർണറിൽ ഇവിടെ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ 3 ചെയിൻ ഉണ്ടല്ലോ, 3 ചെയിൻ ഇട്ട് വെച്ചാൽ 3 ചെയിനുകളുണ്ടല്ലോ. അതിനകത്ത് ആദ്യത്തെ ചെയിനിൻ്റെ അകത്തുനിന്ന് 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 6 ഡബിൾ 5 3 അത് 4 5 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തുണ്ട്. എന്നിട്ട് ഇവിടുത്തെ ഈ ചെയിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. കണ്ടോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചെയിനുണ്ട്, അതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആറെണ്ണം ചെയ്തെടുത്ത് 6 ഇവിടെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ അങ്ങനത്തെ ഗ്യാപ്പ് ചെയിൻ ഉണ്ടല്ലോ, ഇവിടെ 2 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ 3 കോർണറാണ്. ഇവിടെ ഇപ്പോൾ കോർണർ അതേമാതിരി വന്നു. കണ്ടോ? ഇനി ഇവിടെ അതെടുക്കുക. ഇവിടെ എടുത്തിട്ട് ഇവിടെ ഈ ആദ്യത്തേൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 6 ഡബിൾ ഇവിടെ ചെയ്ത മാതിരി തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ചെയിനിട്ട് ഇതിൻ്റെ മുകളിലൊരു സിംഗിൾ ക്രോഷ്യ ചെയിനിട്ട് ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 6 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഈ ഡബിൾ ക്രോഷ്യ ഈ കോർണറിൽ ചെയ്തെടുത്തു. ഈ കോർണറിൽ ചെയ്തെടുത്തതിന് ശേഷം അവിടെ ഒരു ചെയിൻ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഒരു ചെയിനുണ്ട്, കാണിച്ചു തരാം. അവിടെ ഇതായിപ്പോയി. ഇവിടെ ഒരു ചെയിനുണ്ട്, ഇതിൻ്റെ മുകളിൽ അങ്ങനെ നോട്ടിട. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ അങ്ങനെ നൂലെടുത്താൽ മതി. കണ്ട ചെറിയ. അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒന്നും കൂടെ ചെയ്യണേ. ഒന്നും കൂടെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 3 ചെയിനിട്ട് അതിൻ്റെ നടുക്കിനുള്ള കൂടെ അങ്ങനെ എടുക്കുക. കണ്ട അപ്പം അങ്ങനെ വരും, ഇതേമാതിരി വരും. വീണ്ടും ഇതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ടുവരണം. ഇതുവരെ കൊണ്ടുവരും, ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരും. ഇതവിടെ ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുത്തു. ഇത് സൈഡ് കോർണർ അങ്ങനെയാണ് വരും. ഇനി അടുത്തത് അടുത്തത് ഈ കളർ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ കളർ കൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ
ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ തുടങ്ങി ഈ ഒരു ചെയിന് മുകളിലെ മാതിരിയുള്ള അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ 2 ചെയിന്, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയി. പിന്നെ 3 ചെയിനിടുക. 1 2 3 ചെയിനിട്ട് 3 ചെയിനിട്ട് വെച്ചിട്ട് ഇവിടെ ഒരു ഡബിൾ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. അപ്പോൾ അതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിനിടുക, 3 ചെയിനിടുക. പിന്നെ ഈ ഗ്യാപ്പ് അവിടെ അതേമാതിരിക്കുള്ള ഗ്യാപ്പുണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 3 ചെയിനിടുക. ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതേമാതിരി വന്നു. വീണ്ടും 3 ചെയിനിടുക. ഈ ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 3 ചെയിനിടുക. 3 ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഈ കോർണറിൽ എത്തുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുക, ഇവിടെയും ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ആദ്യം ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇവിടെ കോർണറിൽ അതേമാതിരി ചെയ്തു. ഈ കോർണറിൽ അതേമാതിരി ചെയ്തെടുത്ത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അതേമാതിരി ചെയ്തെടുക്കും. ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യും. ഈ റൗണ്ടിൽ അടുത്ത റൗണ്ടിൽ ചെയ്യും. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യുക. 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ 6 ഡബിൾ ക്രോഷ്യ അല്ലേ ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് പിന്നെ അതാ ഈ ചെയിൻ ഇവിടെ ഉള്ള ഈ ചെയിനിൻ്റെ മുകളിൽ നടുക്കിൽ ഒരു നോട്ടിടുക. സിംഗിൾ ക്രോഷ്യ ചെയ്യണമെന്നില്ല, വെറുതെ ഇങ്ങനെ ഒരു സ്മോൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്താൽ ഇതേമാതിരി. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ മുകളിൽ ഇതേമാതിരി ഉണ്ടാകാനായിട്ട് ഇവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്ത് ഈ കോർണറിൽ എത്തുന്ന സമയത്ത് ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചത് അതുവരെ ചെയ്തെടുക്കുക. ഞാൻ ഇതുവരെ ഇതൊക്കെ ഉണ്ട് ഇതേമാതിരി ഞാൻ ചെയ്തെടുത്ത് ഇവര് ഫുള്ളായിട്ട്. ഞാൻ അടുത്തത് അവിടെ ഈ കോർണറിലെത്തി, ഇവിടെ എത്തി. അപ്പോൾ കോർണറിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കൂടെ കാണിച്ചു തരാം. ഇവിടെ 3 വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആദ്യത്തേൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
6 ഡബിൾ ക്രോഷ്യ. ഈ നടുക്കത്തതിൻ്റെ മുകളിൽ ക്ലോസ് ജോയിൻ്റ് ആക്കുന്നത്. പിന്നെ ഇതവിടെ ഇതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇതേമാതിരി വരും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇവിടെ ഇതുവരെ ചെയ്തെടുത്തു. ഇനി ഈ കോർണർ ഇതേമാതിരി ചെയ്തെടുക്കുക. അങ്ങനെ വന്ന് ഇതുവരെ വന്ന് ഇതുവരെ ചെയ്തെടുത്ത് ഇതുവരെ കാണിക്കും. അപ്പോൾ ഞാനൊരു സൈഡ് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. ഈ ഭാഗമൊക്കെ ഇതേമാതിരി ഉണ്ടാവും. ഈ ജസ്റ്റ് കോർണർ ഈ ഭാഗം കോർണർ ഇങ്ങനെ വരും. ഇവിടെ ഒന്ന് ഇങ്ങനെ അത് വരും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു ലൈനും കൂടെ ഇപ്പോൾ ഞാൻ തയ്ച്ചെടുത്തില്ല. ഇതേമാതിരി വീമാതിരി തയ്ച്ചെടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ 6 ഡബിൾ ക്രോഷ്യ വെച്ച് തയ്ച്ചെടുക്കും. ഇതേമാതിരി ഈ കളറുകളിൽ ഒരു റൗണ്ടും കൂടെ തയ്ച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈറ്റ് കളർ കൊടുത്തു. ഇനി ഡാർക്ക് കളറാണ് കൊടുത്തത്. ഇനി അടുത്ത ലൈറ്റ് കളർ കൊടുത്തു. അങ്ങനെ മാറി അപ്പോൾ ഒരു ലൈനും കൂടെ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത്. ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇതേമാതിരി ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്ത് 2 റൗണ്ടുകൾ. ഇനി മൂന്നാമത്തെ വേറൊരു കളർ കൊടുത്തിട്ട് ചെയ്ത് കണ്ട രണ്ടെണ്ണം ചെയ്തെടുത്തു. ഇവിടെ കണ്ട ഇവിടെ ഇവിടെ ഈ കോർണറിലും ചെയ്തെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടെ ചതുരം വയ്ക്കണമെങ്കിൽ ഈ കളറൊന്നും ഇവിടെയാണ് ഞാൻ കിട്ടുന്നത്. ഒരു ഡാർക്ക് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് എന്നുള്ളതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളർ ഡബിൾ ക്രോഷ്യ എവിടെ ചെയ്യുക. ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ 2 ചെയിന്, പിന്നെ വീണ്ടും 3 ചെയിനില്ല, അങ്ങനെ 5 ചെയിന്. ഇവിടെ വന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ അത് അതേമാതിരി വന്നു കണ്ടോ. ഈ 3 ചെയിനില്ല. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. മൂന്ന് ചെയ്യും. വീണ്ടും ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതേമാതിരിയൊക്കെ ചെയ്തെടുക്കുക. എന്നിട്ട് 2 എണ്ണം ചെയ്യും. ഈ കളർ കൊണ്ട് തന്നെ ഇവിടെ 2 എണ്ണം ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ ഈ കളർ കൊണ്ട് 2 എണ്ണം ചെയ്തെടുക്കണം. 2 എണ്ണം ചെയ്തെടുക്കുക. ഈ മാറ്റിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് മാറ്റ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്.